സോ ഗൈസ് നമ്മൾ റാൻഡമായിട്ട് കൊളംബോയിലോട്ട് ജസ്റ്റ് പോകാനുള്ളത്. കൊളംബോ ഹോട്ടൽ. കൊളംബോയിൽ അത്താഴ ചോറുണ്ട് കഴിച്ചാൽ. ഓ ഇവിടെ തിരക്ക്. കൊളംബോയിൽ അത്താഴ ചോറ് കഴിക്കാം. വിശക്കുന്നു. നല്ല തിരക്ക് പറഞ്ഞു. റോഷൻ നീയും യൂട്യൂബ് റൂട്ടേഴ്സ് സീൻ തിരക്കല്ലേ. കൊളംബോ ഒരു കട തുടങ്ങിയാലോ നമുക്കവിടെ വീടിന്റെ ഫ്രണ്ട്. സോ ഗൈസ് കൊളംബോ ഹോട്ടലിലോട്ട് ഞങ്ങൾ ജസ്റ്റ് റാൻഡമായിട്ട് വന്നതാണ്. ഇവിടെ തിരക്കാൻ നോക്കിയുടെ കൊളംബോ ഹോട്ടലില് സീനല്ലേ. ഇത് തിരക്ക് കഴിച്ചു, ഭയങ്കര തിരക്ക്. എന്റെ പൊന്നെ കൊളംബോ ഹോട്ടലില് സീൻ തിരക്ക്. കൊളംബോ ഹോട്ടലില് ഭയങ്കര തിരക്കാണ്ടോ കൊളംബോ ഹോട്ടലില്. ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്ക്. റോഷ ഇറങ്ങി, റോഷ ഒന്ന് ഇറങ്ങടാ. എങ്ങനെയാണ് ഇത്തരം ക്രൗഡ് കൊണ്ടുവരാൻ പറ്റുന്നത്? നല്ല ഫുഡ് ഉണ്ടായിരിക്കാം. ചെമ്മീനൊക്കെ പോളും. സംഭവം കത്തിയില്ലേ? ഈ വൈകിട്ട് നോമ്പിന്റെ പരിപാടി എങ്ങനെയുണ്ട്? നോമ്പ് തുറയാണോ? നാച്ച് നന്നായിട്ട് കൊണ്ട് പിന്നെ മെയിൻലി അത്താഴ. ഓക്കെ ബൈ 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 ബൈ. അഭിനവേ എന്താണ് നീ ഇത്രയും വലിയ നീ മാർക്കറ്റ് തണ്ടിക്കാട് ഇത്ര എത്തിച്ചത്, എന്നിട്ട് നിന്നെ ഔട്ടാക്കി. എല്ലാം ഔട്ടാക്കിയതല്ലോ, പുള്ളി സീനൊന്നുമില്ല. എന്താ തിരക്കുണ്ട്, അതുകൊണ്ട് ക്യൂ നിന്നിട്ട് കഴിക്കണം പറഞ്ഞു. ക്യൂ നിന്നിട്ട് കഴിക്കൊന്നുമില്ല, പുള്ളി എടുത്തു തരും. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് അല്ലടാ, ഇത്തരം പേരോട് നോക്കിയിരിക്കല്ലോ, അതാണ് പ്രശ്നം. ഭയങ്കര റോഡ്, ഭയങ്കര റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റോഡ്. ഫുൾ സക്സസ് ഉണ്ട് സാധനം കൊളംബോ. ആൾക്കാർ കുറെ നെഗറ്റീവ് പറഞ്ഞാലും സ്റ്റിൽ പീപ്പിൾ ആർ കമ്മിങ്, മനസ്സിലായ? ആണ് അതിന്റെ വിജയം. സോ ഗൈസ് ഞങ്ങളൊരു 120 കിലോമീറ്റർ സ്പീഡിൽ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. അൽസാജ് അല്ലെങ്കിൽ കവാലി അവിടെ എത്തിയിട്ട് വൈ പോലെ അല്ലെങ്കിൽ രണ്ടിടയിലും കയറും. ഇപ്പുറത്ത് എന്തെങ്കിലും വാങ്ങാം. അൽസാജിൽ അത്താഴച്ചോറുണ്ട്, കവാലിലുണ്ട് അത്താഴ അറിയില്ല, പോയോക്കാം. കവാലിലുണ്ട്. ഗൈസ് കൊച്ചിയിൽ ഇപ്പൊ ട്രെൻഡിങ് അത്താഴച്ചോറാട്ടാ. അതെ, നിങ്ങൾ എവിടെയെങ്കിലും അത്താഴച്ചോറ് കഴിച്ചിരിക്കുന്നു കമന്റ് ഔട്ട് ചെയ്യട്ടോ. ബെസ്റ്റ് അത്താഴച്ചോറ് അവിടെ നിന്ന് കഴിച്ചത് അല്ലേ? ഹെഡിങ് ടു എവിടെയാടാ? കവാലി, അൽസാജ്, തോട്ടുമുഖം. ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ മിക്കവാറും അവിടെ. ആൾക്കാർക്ക് പ്രാന്താണ്. നമ്മൾ അൽസാജിൽ എത്തിയാണ് കേട്ടോ. ഓൾറെഡി ഫുഡ് കഴിഞ്ഞിട്ടോ. എന്താണല്ലേ, എന്ത് ക്രൗഡാണല്ലേ. അതെ, ഓൾറെഡി ഫുഡ് തീർന്നു. എല്ലാ ഐറ്റം തീർന്നിട്ട്, എല്ലാ ഐറ്റം തീർന്നു. അവസാനത്തെ പ്ലേറ്റ് എടുത്തോണ്ടാണ്. ഷിയാസക്ക് ഉണ്ടോ? ഷിയാസക്ക് അടിച്ചുകൊണ്ടിരിക്കാനാണ്. കുഴപ്പമില്ല. എത്രാം തീയതിയാണ്? 5-ാം തീയതിയാണ്. ഷിയാസിക നമ്മളെ മംഗൾദാസ് അതാണ് ഷിയാസിയുടെ സ്നേഹം. എത്രയും പഠിച്ചു? ഹാപ്പി. ഓക്കെ, ഇത് എവിടുന്ന ഇൻസ്പിറേഷൻ കുൽക്കണ്ട്? അത് ബാംഗ്ലൂര്. ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഇപ്പൊ. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ഈ സാധനം കണ്ട അതും ഈ 4 ഐറ്റം കൂടി ഒരുമിച്ച് നല്ല ടേസ്റ്റ് ഉള്ളു അല്ലേ? വിശക്കണോണ്ടാന്ന് അറിയില്ല. നാളൊന്നും ചെയ്തിട്ടുണ്ട്. പഴം കൂടി വരും അടിപൊളിയാണല്ലേ. അൽസാജിലെ എക്സ്പീരിയൻസ് സീനാണ്. അടിപൊളി ഫുഡല്ല, ഫുഡിനേലും ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമാണ്. അടിപൊളിയാണ്. നിങ്ങളെ എടാ സൗണ്ട് കുറച്ചാ ഫുഡിനായിട്ട് അടിപൊളി കൊടുത്ത ആൾക്കാരുടെ ഇപ്പൊ ആക്ച്വലി 2 മണി എന്തോ ആവാറായിട്ടാ. എന്നിട്ടും അവിടെ നിക്കാണ്, കാരണം പല സ്ഥലത്തുനിന്ന് ആൾക്കാർ ഓടി വരുന്നുണ്ട്. നമ്മളവിടെ എത്തിയപ്പോ ലേറ്റ് ആയില്ല, കറക്റ്റ് ടൈമിന് നടന്നു. പക്ഷെ അവിടുത്തെ തിരക്കൊണ്ട് ഫുഡ് കഴിച്ച് തീർന്നു പോയായിരുന്നു ചെറുതായിട്ട്. അപ്പൊ ഞങ്ങക്ക് ബിരിയാണി തന്നു, അതിൽ പീസും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഇതിനു മുന്നേ ഒരു രീതിയിലും പരിചയമില്ല. പക്ഷെ പുള്ളി കാശ് വാങ്ങിയില്ല. അയാൾക്ക് ഫുഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പ്രകാശ് വാങ്ങി കുറെ പറഞ്ഞു. പുള്ളി കാശ് വാങ്ങിയില്ല. ഞാൻ ബ്ലോഗർ
ഓ അതുകൊണ്ടൊന്നല്ലോ പുള്ളിയുടെ നല്ല മനസ്സ്. പുള്ളിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടല്ല, പുള്ളിക്ക് നല്ല വൃത്തിക്ക് ഫുഡ് കൊള്ളാൻ പറ്റിയില്ല, അതുകൊണ്ട് പുള്ളി കാശ് വാങ്ങിയില്ല. പിന്നെ അതുപോലെ പുള്ളി കോക്ടെയിൽ വന്നു, ഗുൽക്കണ്ട് വന്നു, പിന്നെ കസ്റ്റേർഡ് ആപ്പിളിന്റെ കാശ് വാങ്ങാം, പുള്ളി അതും വാങ്ങിയില്ല. അതാണ് സ്നേഹം ഗൈസ്. കച്ചവടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം. നമുക്ക് പൈസ ഉണ്ടാക്കി മാത്രം പോരാ, വരുന്ന ആൾക്കാരെ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്തായാലും. അതെ. എടാ എന്താ അവസ്ഥ, എങ്ങനെയുണ്ടാ ബിരിയാണി അവിടുത്തെ? എന്താ അവസ്ഥ? സോ ഗൈസ് ഇതൊക്കെയാണ് സാറ്റർഡേ അവസ്ഥകൾ. അതെ. സോ ഗൈസ് അടുത്ത സാറ്റർഡേ നമുക്ക് അടുത്ത ദിവസം കാണാം. അതെ. ബൈ 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 ബൈ.